ഞാൻ ആകെ അത്ഭുതത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പിൻ്റെ കുറച്ച് ദിവസങ്ങളിൽ, അതും കുറച്ച് സമയത്തിനുള്ളിൽ, ഓരോ മണ്ഡലങ്ങളിലും ഒരു താരപരിവേഷത്തിൻ്റെ ഒരു നിറവിൽ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ ഒരു മുഖം പ്രത്യക്ഷപ്പെട്ടു. ആരാണോ അറിയാലോ? ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ നമ്മുടെ മലയാള സിനിമയിലെ ദുൽഖർ സൽമാന്റെ ഒരു ക്രൗഡ് പുള്ളിങ് ആണ്. പുള്ളി വരുമ്പോൾ ജനക്കൂട്ടം തള്ളിക്കൂടുന്നത്. എന്താണ് അതിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു സീക്രട്ട്? എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം? എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അയാൾ ഒരു മനുഷ്യനാണോ എന്ന്. മനുഷ്യന്മാരാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഉറക്കം വരും, ക്ഷീണം വരും. നമ്മൾ ഒരു സ്ഥലത്ത് നിന്നും അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാകും. തീർച്ചയായും എനിക്ക് ഒരു യാത്ര കഴിഞ്ഞാൽ ഒന്നും ഉറങ്ങിയില്ലെങ്കിൽ അത് ഓക്കെ ആവില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല. ഒരു ഫുഡ് പോലും ഭക്ഷണം പോലും നേരെ കഴിക്കാത്ത ആണ് അദ്ദേഹം ആ ഒരു ഓടി നടക്കുന്നത്. ഈ കുറച്ച് നാള് കൊണ്ട് ഷാഫി പറമ്പിൽ തീർത്ത മണ്ഡലങ്ങൾ, അതായത് ഷാഫി പറമ്പിൽ പ്രചരണം നടത്തിയ മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 70-ന് മുകളിൽ വരും. 70 മണ്ഡലത്തിന് മുകളിൽ പ്രചരണം നടത്തിയ ഏതെങ്കിലും ഒരു നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. ഒരാൾക്കും അത് സാധ്യതയല്ല, ഒരു സാധ്യമല്ല. കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ പ്രചരണം നടത്തുമ്പോൾ ആ പ്രചരണത്തിന് വരുമ്പോൾ ആളുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ് പത്തനാപുരം എന്റെ മണ്ഡലമാണ്. പത്തനാപുരം മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ വന്നൊരു ക്രൗഡ് പുള്ളിങ് കൊണ്ട്, ആ ഒരു ആരവമുണ്ട്, ആ ഒരു കൂട്ടമുണ്ട്. എന്താണ് ഈ മനുഷ്യനെ കാണാൻ ഇത്രത്തോളം ആളുകൾ എന്ന് ഞാൻ പലപ്പോഴും അതിശയത്തോടെ നോക്കിയിട്ടുണ്ട്. എതിരാളികളുടെ കോട്ടയിൽ നിന്ന് ഒരു അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാൻ വേണ്ടി ആൾക്കാർ വന്നിട്ടുണ്ടെന്നാണ് കേട്ടല്ല. പിന്നീട് അവിടുത്തെ CPM-കാര് അതിന് പ്രതികാരമായിട്ട്, അല്ലെങ്കിൽ അത് തിരിച്ചടിക്കണമല്ലോ, വലിയൊരു പ്രചരണം നടത്തി കഴിഞ്ഞു, മറുപടി കൊടുക്കണം. എനിക്കൊന്ന് അന്നത്തെ ആ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ വണ്ടിയുടെ മുകളിൽ കയറിയിട്ട് ഒരു മാല ഇട്ടിട്ട് ഷാഫി പറമ്പിലിന് ഉമ്മ കൊടുത്തിട്ട് അവിടെ ഒരു ആഹ്ലാദ പ്രകടനമുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവിനെ നോക്കി കാണുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അത്രയും രസമായിട്ട്, അല്ലെങ്കിൽ അത്രയും ഭംഗിയായിട്ടാണ് അദ്ദേഹം ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതിന്റെ ഒരു അടിത്തറയാണ് ഷാഫി പറമ്പിൽ എവിടെ പോയി കഴിഞ്ഞാലും ആളുണ്ടാകുന്നതും അവിടെ ആരവങ്ങൾ ഉണ്ടാകുന്നതും. പത്തനാപുരത്ത് മറുപടി കൊടുക്കാൻ വേണ്ടിയായിരിക്കും ഗണേഷ് കുമാർ വേടനെ ഇറക്കിയത്. പക്ഷെ അതിൽ വേടനെ മാത്രം കാണാൻ വേണ്ടി ആൾക്കാർ വന്നു. വേടനെ കാണാൻ ആളുകൾ വരും. ഷാഫി പറമ്പിലിന് പകരം വെക്കാൻ ആവില്ലല്ലോ. ഇവിടെ നന്ദഗോവിന്ദം ഭജൻസ് വരുമ്പോൾ തന്നെ കേരളത്തില് ഇരിക്കാൻ സീറ്റില്ലാത്ത അവസ്ഥയുണ്ട്. അപ്പോ വേടന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. വേടൻ ഇത്രയും നാളും നടത്തിയിട്ടുള്ള സ്റ്റേജ് ഷോസിൽ വന്നിട്ടുള്ള ആളുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അവിടെ വന്ന് സ്റ്റേജ് വരെ തല്ലിപ്പൊടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുള്ള ആളുകള്. അപ്പൊ അത്രയും വലിയ ജനത്തിരക്കാണ് വേടൻ വരുമ്പോ. വേടനെ പോലെ അല്ലല്ലോ ഷാഫി. വേടനല്ല ഷാഫി. ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് രാഷ്ട്രീയം പറയുന്ന ഒരു വ്യക്തി, ഒരു രാഷ്ട്രീയക്കാരൻ വരുമ്പോൾ ഇത്രയേറെ ജനങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയാളുടെ വിജയമാണ്. അത് അയാളുടെ നിലപാടുകൾ കൊണ്ട് അയാൾ നേടിയെടുത്തതാണ് എന്ന് തന്നെ പറയുന്നത്. ആ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനം എത്രത്തോളം ഉണ്ടെന്നുള്ള ആ ഒരു ജനക്കൂട്ടം. ഇപ്പോ ഷാഫി പറമ്പിലിന്റെ ഈ പഴയകാല ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ തന്നെ PC വിഷ്ണുനാഥിന്റെ ഒരു ഇന്റർവ്യൂ പോയിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ അദ്ദേഹം KSUവിന്റെ കാലഘട്ടത്തിൽ PC വിഷ്ണുനാഥിനെ നമുക്കറിയാം, ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത അരുമ ശിഷ്യൻ, ഒരു മകനെ പോലെ രാഷ്ട്രീയ കേരളത്തിലേക്ക് ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും ചെറിയ പ്രായത്തിൽ MLA ആകുന്ന ഒരാളായിരുന്നു PC വിഷ്ണുനാഥ്. അദ്ദേഹത്തിന്റെ KSU കാലഘട്ടത്തിൽ അദ്ദേഹം പട്ടാമ്പി കോളേജിലേക്ക് പോകുന്നു. പട്ടാമ്പി കോളേജിൽ സ്വാഗത പ്രസംഗത്തിനായിട്ട് വരുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ പ്രസംഗിക്കുന്നു. ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ സ്റ്റഫ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ നമ്പർ വാങ്ങിക്കുന്നു, അവന്റെ വീട്ടിലെ നമ്പർ വാങ്ങിക്കുന്നു. പിന്നീട് ആ ചെറുപ്പക്കാരനെ കാണുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായിട്ടാണ്. അതാണ് ഷാഫി പറമ്പിൽ. ഇന്ന് ആ ഷാഫി പറമ്പിൽ ഇപ്പോ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ ആളുകൾ സ്വീകരിച്ചിട്ടുള്ള വഴിയുണ്ട്. ഉമ്മൻചാണ്ടി ചേർത്ത് പിടിച്ചിട്ടുള്ള മനുഷ്യരുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നമ്മൾ കണ്ടതാണ് ആ റാലി കടന്നു പോയപ്പോൾ അവിടേക്ക് ചേർന്ന് വന്നിട്ടുള്ള മനുഷ്യർ. ജനസാഗരമായിരുന്നു. ജനസാഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് അത് ജനങ്ങൾക്ക് എപ്പോഴും വരാം. പക്ഷെ ഇമോഷണലി കണക്ട് ആയിട്ട് വരുന്ന ജനങ്ങൾ. അതെ, ആ ഒരു ബസ് ഞാൻ ഒരു കണ്ട കാഴ്ചയാണ്. അതിപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. അതായത് ആ ബസ്സിന് പുറകെ ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ട് ഒരു പിതാവ് ഓടി വരുന്നു. ഒന്ന് തുറക്കും എന്റെ കുട്ടിയെ ഒന്ന് കാണിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു സീൻ അത് ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു. അതില് മൈക്കുമായിട്ട് ചെല്ലുമ്പോൾ ഓരോ മനുഷ്യരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ പറയുന്ന അനുഭവമുണ്ട്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനോട് ആ ഉമ്മൻചാണ്ടി, ആ പറയുന്ന മനുഷ്യൻ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇന്ന് കേരളത്തിൽ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നിട്ടുള്ള എത്ര പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടുത്തെ LDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്.
അതായത് ശബ്ദ കേൾവിയില്ലാത്തവരാണെങ്കിലും കാഴ്ചയില്ലാത്തവരാണെങ്കിലും അങ്ങനെയുള്ള ഓരോ മനുഷ്യർക്കും ജീവിതത്തിൽ പരിമിതികൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. ആ പരിമിതികൾക്കപ്പുറത്തേക്ക് അവരെ മുന്നേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ള ഓരോ പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊക്കെ ഇന്ന് എവിടെ? അതെല്ലാം അതോടെ തന്നെ, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം അത് നിലച്ചുപോയി. ഈ ജനകീയ സർക്കാരാണ്, ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്, ഞങ്ങൾ സാധാരണപ്പെട്ട മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഈ LDF സർക്കാർ ഇത്തരത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? നിങ്ങളൊരു കാര്യം ഓർക്കണം, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം ഉമ്മൻചാണ്ടിക്ക് ശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായല്ലോ. അദ്ദേഹം ആദ്യം ചെയ്തത് എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഓഫീസ് റൂമിലെ ക്യാമറ അഴിച്ചു മാറ്റി എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ക്യാമറ 24 hours സർവൈലൻസ്, അതെ, ആർക്ക് ജനങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ കാണാമായിരുന്നു. പക്ഷേ പിണറായി വിജയൻ ആ ഒരു റൂമിൽ കയറിയതിന് ശേഷം ആ ക്യാമറ അനങ്ങിയിട്ടില്ല, നിലച്ചു. ഉമ്മൻചാണ്ടിയെ പോലെ ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഷാഫി പറമ്പിലിനെ പോലെ ഷാഫി പറമ്പിൽ മാത്രമേ ഉള്ളൂ. ഉമ്മൻചാണ്ടിയുടെ നിലപാടുകൾ അത്രയും ശക്തമാകുന്നത് ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഉമ്മൻചാണ്ടി എത്ര നേരം പണിയെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര നേരം വർക്കുണ്ട്, എത്ര നേരം ഓഫീസിലുണ്ടോ, ആർക്കെങ്കിലും ഓഫീസിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ മതി. ഉമ്മൻചാണ്ടി അവിടെ നിന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അദ്ദേഹത്തിനെ കാണാൻ വരുന്ന ആളുകൾ ആരൊക്കെയാണ്, ഇതെല്ലാം അതിനകത്തൂടെ കാണാൻ കഴിയുന്നൊരു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അതല്ലല്ലോ. ഇപ്പോൾ അതേപോലെയല്ല. ഇപ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവിന്റെ നിലപാടുകൾ, അദ്ദേഹത്തിന്റെ സംസാര ശൈലി, ആ സംസാര ശൈലി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ഫാനായി പോകും. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ള അടുപ്പമുള്ളൊരു നേതാവാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു മനുഷ്യനല്ല എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കണ്ടാണ് 70 മണ്ഡലം, കേരളത്തിന്റെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ 70 മണ്ഡലത്തിന് മുകളിൽ പ്രചരണം നടത്തണമെങ്കിൽ ഈ കൊടും ചൂടിൽ, ഈ കടുത്ത വേനലിൽ ഒരു ക്ഷീണവുമില്ലാതെ ഈ പാർട്ടിക്ക് വേണ്ടി ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ UDF കേരളത്തിൽ 100 സീറ്റിന് മുകളിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ അതൊരു പങ്ക് ഷാഫി പറമ്പിൽ ഉണ്ട്. അതാണ് അവരുടെ കോൺഫിഡൻസ്. ഇതുപോലുള്ള ഒരു യൂത്ത് ഐക്കൺ ജനങ്ങളിലേക്ക് ഇറങ്ങി ഏത് പാർട്ടിയിലുണ്ട്? ചെല്ലില്ല. അത് പകരം CPM-ലുണ്ടോ? ഒരിക്കലും. CPI-യിലുണ്ടോ? BJP-യിലുണ്ടോ? ഇല്ല. SFI-യിലെ യൂത്ത് വർക്കുകൾ എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. പക്ഷെ അവര് ശരിക്കും പറഞ്ഞാൽ ഒരു കോമഡി പീസുകളാവുകയാണ് ദിവസം കൂടുന്തോറും. എനിക്ക് അത് പറഞ്ഞതുകൊണ്ട് ഓർമ്മ വന്ന ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന പേര് ചിന്താ ജെറോമിന്റെ പേരായിരിക്കും സ്വാഭാവികമായിട്ടും. പിന്നെ അതിന്റെ അപ്പുറത്തേക്കുള്ള ബാക്കിയുള്ള കുറെ പേരുകളുണ്ട്. മറ്റൊരു പ്രസിദ്ധനുണ്ട്, ആർഷോയ്ക്ക് പിൻഗാമിയായിട്ട് വന്നിട്ട് ഒരാളുണ്ട്, ശിവപ്രസാദ്. അതുപോലെ ഇവർക്ക് ആർക്കെങ്കിലും അവരുടെ പാർട്ടി അണികളല്ലാതെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിൽ കിട്ടുന്ന ജനസ്വീകാര്യത കേരളത്തിലെ CPM-നെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നു, ആദ്യമേ തകർക്കാൻ നോക്കിയത് ആരെയാണ്? ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവിനെയാണ്. ഷാഫി പറമ്പിൽ കൈ പിടിച്ചുകൊണ്ടെന്നാണ് മാങ്കൂട്ടത്തെ. അപ്പോ മാങ്കൂട്ടത്തിൽ ചെയ്യുന്ന തെറ്റിന്റെ ഒരു പങ്ക് ഷാഫിയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി. ഷാഫി പറമ്പിൽ ഉണ്ട് എന്ന് പറഞ്ഞ ആക്ഷേപം നമ്മൾ കണ്ടതാണ്. അതുകൂടാതെ തന്നെ പാലക്കാട് മറ്റൊരു വിഷയം നടന്നു ഇതേപോലെ തന്നെ. അതിലും ആരെയാണ്? ശോഭാ സുരേന്ദ്രൻ ആർക്കെതിരെയാണ് സമരം ചെയ്യാൻ പോയത്? ഷാഫി പറമ്പിലെതിരെയാണ്. സമരം ചെയ്യുമ്പോഴും പറയുന്നത് ഷാഫി പറമ്പിലാണ് ഇവരെല്ലാം നിയന്ത്രിക്കുന്നതാണ്. കേരളത്തിലെ ജനങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവ്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ സ്റ്റാർ കാൻഡിഡേറ്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഷാഫി പറമ്പിൽ എന്ന് തന്നെ പറയും. 100%. ഈ തെരഞ്ഞെടുപ്പിൽ VD സതീശനോ രമേശ് ചെന്നിത്തലയോ ഇവരുടെ ഒന്നും പ്രസ്താവനകളോ ഇവരുടെ ഒന്നും നിലപാടുകളോ കൊണ്ട് മാത്രമായിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പ് വലിയൊരു ഭൂരിപക്ഷത്തിൽ UDF-ന്റെ തരംഗമാകാൻ പോകുന്നത്. അത് ഷാഫി പറമ്പിൽ നയിച്ചിട്ടുള്ള ഇത്രയും വലിയ ജനസാഗരങ്ങൾ, ആ ജനസാഗരങ്ങളെ കണ്ടുകൊണ്ടായിരിക്കാം, ഇത്തരത്തിലുള്ള യുവ നേതാക്കളെ കണ്ടുകൊണ്ടായിരിക്കാം ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്.